ഇറ്റാലിയൻ ദേശീയ വുമൻസ് ബാസ്കറ്റ്ബോൾ ടീമിലെ അംഗമായിരുന്ന ഒറിയാന മിലാസോയെ ഒരു മിണ്ടാമഠത്തിലെ സന്യാസിനിയാക്കി മാറ്റിയ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തെക്കൻ ഇറ്റലിയിലെ ട്രാപ്പാനി പ്രവിശ്യയിലുള്ള അൽക്കമോയിലെ സാന്റാ മരിയ ഡി ഗെസു ദേവാലയത്തിൽ വെച്ചാണ് ഒറിയാനയുടെ വ്രതവാഗ്ദാന ചടങ്ങുകൾ നടക്കുക. സ്പോർട്സ് കരിയറിൽ വലിയ ഉയർച്ചകൾക്കരികെ നിൽക്കുമ്പോഴായിരുന്നു ഏവരെയും ഞെട്ടിപ്പിച്ച ഒറിയാനയുടെ ഈ തീരുമാനം. 1991 കാനിക്കാറ്റിയിലെ കമ്മ്യൂണിൽ ജനിച്ച ഓറിയാനയ്ക്കുണ്ടായ ബാസ്കറ്റ് ബോളിനോടുള്ള അഭിനിവേശമായിരുന്നു സത്യത്തിൽ ഇവരുടെ ദൈവവിളിയിലേക്കുള്ള വഴി എന്ന് വേണമെങ്കിൽ പറയാം. തുടർന്ന് ഒറിയാന ഇറ്റാലിയൻ ദേശീയ ടീമിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ ഭാഗമായി അൽക്കാമോയിലേക്ക് പോയി. ബാസ്കറ്റ് ബോളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരതൃപ്തി രൂപപ്പെടാൻ തുടങ്ങി. ആ നിമിഷം മുതൽ അവൾ ആത്മാർത്ഥമായി ദേവാലയത്തിൽ പോയി കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു ബാസ്കറ്റ് ബോൾ എന്ന തൻ്റെ കരിയർ ഉപേക്ഷിച്ച് ഒരു മിഷണറി ഡോക്ടറാകാനുള്ള സ്വപ്നവുമായി അവൾ റോമിലേക്ക് താമസം മാറുന്നത്. പക്ഷേ അതിലും ഒറിയാനയ്ക്ക് ഒരു സംതൃപ്തി കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയിരിക്കെയായിരുന്നു ഒറിയാന 2011 മാഡ്രിഡിൽ നടന്ന ലോക യുവജന ദിനത്തിൽ പങ്കെടുക്കാൻ ഇടയാകുന്നത്. അവിടെ വെച്ച് തൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ട അതൃപ്തി എന്തായിരുന്നുവെന്ന് അവൾ കണ്ടെത്തി. അവിടെ വെച്ച് അവൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ആ സ്വരത്തിന് ഒറിയാന നൽകിയ പ്രത്യുത്തരമാണ് ഇന്നവളെ ഒരു മിണ്ടാമഠത്തിലെ സന്യാസിനിയാക്കി മാറ്റിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി. ഒരു കായിക താരമായിരുന്ന ഒറിയാനയെ ദൈവം സന്യാസിനിയാക്കി മാറ്റിയത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം.